ഹലോ എവ്രി വൺ. ഇതിപ്പോൾ കോട്ടയിൽ നിന്ന് ചേച്ചി കോവയ്ക്കയും വഴുതനങ്ങയും തന്നിരുന്നു. അപ്പോൾ ഇന്ന് കോവയ്ക്ക വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാനായിട്ടാണ് പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ വരും നോക്കാം. ഉച്ചയൂണിന് കോവയ്ക്കയും വഴുതനങ്ങ ഉപ്പേരി. കോവയ്ക്ക ഇപ്പോൾ ഈ സൈസിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. വഴുതനങ്ങയും നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ സാധാരണ പോലെയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്കിത് നാളികേരം വറുക്കാൻ എടുത്തിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ നാളികേരം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചുവന്ന് വരുമ്പോൾ വേണം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനായിട്ട്. ഇപ്പം നല്ലപോലെ അതാ മൂത്ത് വന്നിട്ടുണ്ട് നമ്മുടെ നാളികേരം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ടേമറിക് പൗഡർ, ഒരു 1 ടീസ്പൂൺ ചില്ലി പൗഡർ, പിന്നെ ഒരു 1.5 ടീസ്പൂൺ നമ്മുടെ കൊറിയാൻഡർ പൗഡറും ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ അത് കൂളായ ശേഷം അരച്ചു കൊടുക്കാം. ഒരു നാടൻ കറി ആയതുകൊണ്ട് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. വെളിച്ചെണ്ണ മൂത്തപ്പോൾ കടുക് പൊട്ടിച്ചു. എന്നിട്ടിതപ്പോൾ ചുവന്ന മുളകും നമ്മുടെ കരിവേപ്പിലയും. ഇനിയിപ്പോൾ ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 10-15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. 2ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് വഴന്ന ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കോവയ്ക്കയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഈ എണ്ണയിൽ തന്നെ കോവയ്ക്കും നന്നായിട്ടൊന്ന് സോട്ടേ ചെയ്യാം. നമുക്ക് സമയത്ത് നമുക്കിതാ നമ്മുടെ തേങ്ങയൊക്കെ കൂളായിട്ടുണ്ട്. ഒരു പീസ് പുളിയും ആഡ് ചെയ്തിട്ടാണ് അരച്ചിരിക്കുന്നത്. കോവയ്ക്കിപ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുത്തു. ഇതിലേക്ക് പാകത്തിന് വെള്ളവും ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്, വെള്ളവും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കോവയ്ക്ക നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ അടച്ചൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ കോവയ്ക്ക നന്നായിട്ട് അങ്ങോട്ട് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയും കോവയ്ക്കയും ഒക്കെ ഒന്ന് ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഈ കോക്കനട്ടിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പാകത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കണം പാകത്തിന്. എന്നിട്ട് ഈ അരപ്പിൽ കടന്നിട്ട് ഒരു 5 to 6 മിനിറ്റ്സ് നന്നായിട്ട് ഇതൊന്ന് ബോയിലാവട്ടെ. വീണ്ടും അടച്ച് തന്നെയാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, ഒന്ന് കുറുകിയും വന്നിട്ടുണ്ട്. നമ്മുടെ കോവയ്ക്ക കറി, ഒരു നാടൻ കറി. അപ്പോൾ ഉച്ചയൂണിന് ഈ കോവയ്ക്ക കറിയും വഴുതനങ്ങ ഉപ്പേരിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു നാടൻ കറിയാണല്ലോ, എന്തായാലും ഇഷ്ടാകും. വീട്ടിലുണ്ടായ പച്ചക്കറിയുമാണല്ലോ, അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ട്, ഓർഗാനിക് ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.